അസ്സലാമലൈക്കും. ഇതൊരു ഈവനിങ് ബ്ലോഗാണ്. അങ്ങനെ മക്കളെ വിളിക്കലാണ്, വിളിച്ചെണീപ്പിക്കണം, സ്കൂളിൽ പോകണം. ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കുന്നുണ്ട്. മറ്റാൾ എണീച്ച് ഷാമിൽ. പിന്നെ ഞാനൊരു ഗ്ലാസ് ജീരക വെള്ളം 1 സ്പൂണ് തേനിട്ടിട്ട് രാവിലെ ഒന്നും കുടിക്കുന്നുണ്ട്. അപ്പുറം കുട്ടികൾക്കുള്ള ചായ റെഡിയാകുന്നുണ്ട്. ഇളം ചൂടിലാണ് ജീരകവെള്ളം കഴിക്കേണ്ടത്. അവർ രണ്ടാളും ചായയും ബിസ്ക്കറ്റും കഴിക്കുന്നുണ്ട്. ഞാൻ ഷാമിലും ചായ കുടിക്കല് ഗായ്സ്. നമുക്ക് സ്കൂളിൽ പോകണം, ഷാമിലേക്ക് അംഗൻവാടി പോകണം. ചായ കുടിക്കട്ടെ ഗായ്സ്. പൊറോട്ടി കറിയാണ് ഉണ്ടാക്കുന്നത്. രാവിലെ സ്കൂളിൽ പോകേണ്ടതല്ലേ, അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കി ഇനി പൊറോട്ടി ഉണ്ടാക്കണം. നമ്മളെ താമസിക്കുന്ന ബേക്ക് പക്ഷേ ഇത് നമുക്ക് കാണിണ്ടാവും. ഇവിടെ പ്ലാസ്റ്റിക്കൊക്കെ കഴുകിയിട്ട് സൂക്ഷിക്കുന്നതാണ്. വെള്ളം ഉണ്ടായിക്കണ ചാക്കിലിട്ട് വെക്കും. പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഭക്ഷണം റെഡിയായി. ഇനി അവർക്ക് 3 ഭക്ഷണം കൊടുക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ 3 ചൊറയാണ്, അപ്പുറം ഇപ്പുറം അടി ചെയ്യും. ഇത് എക്സസൈസ് ചെയ്യുന്ന സാധനങ്ങളാണ്. രാവിലെ അതെല്ലാം കഴിഞ്ഞിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയും. യൂണിഫോം ഇസ്തിരി ഇട്ടത്. പോട്ടെ. അസ്സലാമലൈക്കും. വാ. ഇത് അതിൻ്റെ പാത്രം. ഇതാ പുള്ളിയാ. ഇതാ പുള്ളി പോകുമ്പോ ഇതാ. അങ്ങനെ അടുത്ത വീട്ടിൽ ഞാൻ പോയതാണ്. അപ്പോൾ അവിടുന്ന് അവർ സ്റ്റോർ റൂമിൽ, മുകളിൽ സ്റ്റോർ റൂമുണ്ട്. അപ്പോൾ പഴയ ഗ്യാസ് അടുപ്പ് സാധനങ്ങളൊക്കെ അവിടെയാണ്. അപ്പോൾ അതിൽ എലി കയറിയപ്പോൾ പാമ്പും കൂടി വന്ന്. അങ്ങനെ ഗ്യാസ് അടുപ്പിൻ്റെ ഉള്ളിൽ പാമ്പും എലിയും. വേറെ ആരും ആൾക്കാരൊന്നുമില്ല. അങ്ങനെ നമ്മൾ തന്നെ അതിനെ പുറത്തിറക്കാനുള്ള ശ്രമത്തിലായിരുന്നു. പൈപ്പിൻ്റെ ഉള്ളിൽ കയറി നോക്കുമ്പോൾ പിന്നെ പൈപ്പിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. വയ്യ പുറത്തിറങ്ങി പാമ്പ് രക്ഷപ്പെട്ടു പോയി. ചേരയാണ്. എന്നാലും എല്ലാവരും സൂക്ഷിക്കുക. പഴയ ഗ്യാസ് അടുപ്പെല്ലാം അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് എടുക്കും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ടേനുണ്ടായിന്, ചൊറഞ്ഞ് കിടന്നു. എല്ലാവരും സൂക്ഷിക്കുക. പഴയ പാത്രങ്ങൾ വെക്കുന്നിടത്ത് എലിയൊക്കെ ഉണ്ടെങ്കിൽ പാമ്പ് എന്തായാലും ഉണ്ടാവും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.